الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. كتاب أنزلناه إليك مبارك ليدبروا آياته وليتذكر أولو الألباب. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച, നമുക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയ, നമ്മുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാനും രേഖപ്പെടുത്തി നമുക്ക് അറിയിക്കാനും സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയ സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നാം. ഒരു റമളാൻ വരുമ്പോൾ വിശ്വാസികൾക്ക് അങ്ങേയറ്റത്തെ സന്തോഷമാണ്. ഒരുപാട് പ്രയാസങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ റമളാൻ കാലത്ത് അനുഭവിക്കേണ്ടി വരാറുണ്ട്. വിചാരിച്ച രൂപത്തിൽ ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ നമുക്ക് സാധ്യമല്ല. അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ക്ഷീണവും പ്രയാസവും കാരണം മറ്റു കാലങ്ങളിൽ ജോലി ചെയ്യുന്നത് പോലെ അത്ര ഊർജ്ജസ്വലമായി ജോലി ചെയ്യാൻ സാധ്യമല്ല. അങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു. എങ്കിലും ആ പ്രയാസങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല എന്നുള്ള നിലക്ക് സന്തോഷത്തോടെ ആനന്ദത്തോടെ റമളാനിനെ ആസ്വദിച്ച് അനുഭവിക്കുന്ന ആളുകളാണ് യഥാർത്ഥ വിശ്വാസികൾ. എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും അതൊക്കെ ഒരു ഭാരമായി റമളാനിനെ തോന്നാതെ സന്തോഷത്തോടു കൂടി അതിനെ സ്വീകരിക്കുകയും ആസ്വദിച്ചുകൊണ്ട് അനുഭവിക്കുകയും ചെയ്യാൻ സാധിക്കും. അത് സാധിക്കുന്നത് ശരിയായ വിശ്വാസികൾക്ക് മാത്രമാണ്. ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് ദൃഢവിശ്വാസമുള്ള, കൃത്യമായി ബോധ്യപ്പെട്ട ഒരാൾക്ക് മാത്രമാണ് റമളാനിനെ അങ്ങനെ ആസ്വദിച്ച് അനുഭവിക്കാൻ സാധിക്കുക. അല്ലാത്ത ആളുകൾക്കൊക്കെ റമളാൻ ഭാരമായിരിക്കും. ഏതൊരു കാര്യവും ചിലപ്പോ ചില ആളുകൾക്ക് ഒരേ കാര്യം ഒരു കൂട്ടർക്ക് അനുഗ്രഹമാകുമ്പോ മറ്റൊരു കൂട്ടർക്ക് അത് ഭാരമാവും. ഇപ്പോ ബദറിൽ സ്ഥലം തീരുമാനിച്ചു കഴിഞ്ഞപ്പോ നല്ലൊരു മഴ പെയ്തു. ആ മഴ വിശ്വാസികൾക്ക് തണുപ്പും കുളിർമയും ആശ്വാസവുമായി. എന്നാൽ അവിശ്വാസികൾ നിന്നിരുന്ന സ്ഥലത്ത് വെള്ളക്കെട്ടുണ്ടാവുകയും അവർക്കത് പ്രയാസകരമാവുകയും ദുരിതമാവുകയും ചെയ്തു. ഇതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹം ഒരു കൂട്ടർക്ക് ഭാരവും പ്രയാസവുമായിട്ട് അനുഭവിക്കുമ്പോ മറ്റൊരു കൂട്ടർക്ക് അത് ആസ്വാദനവും ആശ്വാസവുമായി തീരും.
റമദാനിനെ സംബന്ധിച്ചിടത്തോളം ശരിയായ വിശ്വാസികൾക്ക് അത് സന്തോഷവും ആസ്വാദനവുമാണ്. കാരണം അള്ളാഹു നമുക്ക് അങ്ങേയറ്റത്തെ അനുഗ്രഹം വാഗ്ദാനം ചെയ്തൊരു മാസമാണ് റമദാൻ മാസം. ഞാൻ സൂചിപ്പിച്ചല്ലോ, വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് കൃത്യമായ ബോധ്യമുള്ളവർക്ക് മാത്രമേ റമദാനിനെ ആസ്വദിച്ച് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലാത്തവർക്കൊക്കെ ഭാരമായിരിക്കുമെന്ന് പറഞ്ഞല്ലോ. ഖുർആനെ കുറിച്ച് അള്ളാഹു നമ്മെ അറിയിക്കുന്നത് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറകുൽ ലിയദ്ദബ്ബറു ആയാതിഹി വലിയതദക്കറ ഉലുൽ അൽബാബ്. കിതാബുൻ ഒരു ഗ്രന്ഥം, അൻസൽനാഹു ഇലൈക താങ്കളിലേക്ക് നാം അതിനെ ഇറക്കിയിരിക്കുന്നു, മുബാറക്കുൻ അനുഗ്രഹീതമായ ഒരു ഗ്രന്ഥമാണത്, ലിയദ്ദബ്ബറു ആയാതിഹി അതിന്റെ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടിയാണ്, വലിയതദക്കറ ഉലുൽ അൽബാബ് ബുദ്ധിയുള്ള ആളുകൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അപ്പൊ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ചാൽ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് ബോധ്യപ്പെടും. അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് ബോധ്യപ്പെടുമ്പോ അത് ഇഹലോകത്ത് എനിക്ക് ബർക്കത്താണ്, അനുഗ്രഹമാണ്, അതിനു വലിയ നാളെ പരലോകത്ത് അനുഗ്രഹമാണെന്ന് അവൻ തിരിച്ചറിയും. ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥാണെന്ന് നമുക്ക് ബോധ്യപ്പെടാൻ ഒരുപാട് അറബി കോളേജിൽ പോവുകയും അറബി ഭാഷയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും നേടുകയും ഗഹനമായ പഠനം നടത്തുകയൊന്നും ചെയ്യേണ്ടതില്ല. ബുദ്ധിയുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് ഖുർആൻ ബോധ്യപ്പെടാൻ മാത്രം തെളിവുകൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. അത് പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിലേക്ക് ഒന്ന് കണ്ണും കാതും തുറന്നു നോക്കിയാൽ മാത്രം മതി അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന് ഖുർആനിന് ബോധ്യപ്പെടാൻ. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പറഞ്ഞറിയിക്കാനാവാത്ത, വിവരിക്കാനാവാത്ത രൂപത്തിലുള്ള വൃത്തികേടുകളും കൊള്ളരുതായ്മകളും നടക്കുന്നുണ്ടല്ലോ. ഓരോന്നിന്റെയും കാരണം നിങ്ങളൊന്ന് എടുത്തു നോക്കിയാൽ മതി. ഇപ്പൊ മാതാപിതാക്കളെ അവഗണിക്കുകയും മാതാപിതാക്കളെ ഉപദ്രവിക്കുകയും വധിക്കുകയും ചെയ്യുന്നവരെ സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കാണും. ഭാര്യ ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകൾ നിർവഹിക്കാതിരിക്കുകയും ഭർത്താവിനെ ഇട്ടേച്ച് ഭാര്യ ചാടിപ്പോകുന്നതും ഭാര്യ ഒഴിവാക്കി ഭർത്താവ് വേറെ വിവാഹം കഴിക്കുന്നതും ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് പ്രയാസങ്ങള്, അതിന്റെ പേരിലുള്ള ഒളിച്ചോട്ടവും അതുപോലെ തന്നെ ആത്മഹത്യകളും കൊലപാതകങ്ങളും ഒക്കെ നമ്മൾ സമൂഹത്തിൽ കാണുന്നുണ്ട്. ഇതുപോലെ സമൂഹത്തിൽ കാണുന്ന ഓരോ പ്രശ്നങ്ങളുടെയും കാരണം നമ്മൾ എടുത്തു നോക്കിയാൽ ആ കാരണം നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മെ സൃഷ്ടിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ നിർദ്ദേശങ്ങളെ അവഗണിച്ചത് കൊണ്ടാണ് മാതാപിതാക്കളെ അവഗണിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരോടുള്ള ബാധ്യതകൾ പരസ്പരം നിർവഹിക്കാത്തത് കൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, ചാടിപ്പോക്ക് ഉണ്ടാവുന്നത്. അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ അവഗണിക്കുന്നത് കൊണ്ടാണ് സകല രംഗത്തും പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്ന് ബുദ്ധിയുള്ള ആളുകൾക്കൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവും. അതിനൊരു ഗഹനമായ പഠനമൊന്നും ആവശ്യമില്ല. അതാ അള്ളാഹു പറഞ്ഞത് കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, അനുഗ്രഹീതമായ ഗ്രന്ഥാണ്. ആ ഗ്രന്ഥത്തിന്റെ നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തിക്ക് സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി അനുഗ്രഹീതമായ ജീവിതം നയിക്കാൻ സാധിക്കും. അതുപോലെ ജീവിക്കുന്ന കുടുംബങ്ങൾക്കും സമൂഹങ്ങൾക്കും സന്തോഷത്തോടു കൂടി അനുഗ്രഹീതമായ ജീവിതം നയിക്കാൻ സാധിക്കും. അതിനെന്ത് വേണം? ലിയദ്ദബ്ബറു ആയാതിഹി, അതിന്റെ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ ആലോചിക്കണം, ഗഹനമായി ചിന്തിക്കണം. ആയത്തിനെ കുറിച്ച് വലിയതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിക്കാൻ വേണ്ടിയാണ്. അപ്പൊ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിച്ച് ബോധ്യപ്പെടും അള്ളാഹുവിന്റെ ഗ്രന്ഥാണ്, സമൂഹത്തിൽ നിന്ന് തന്നെ കണ്ണും കാതും തുറന്നു നോക്കുമ്പോൾ ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുന്ന ഒരു വിശ്വാസി ആ ഗ്രന്ഥം അനുഗ്രഹീതമാണ്, വ്യക്തികൾക്ക് അനുഗ്രഹീതമാണ്, കുടുംബങ്ങൾക്ക് അനുഗ്രഹീതമാണ്, സമൂഹത്തിന് അനുഗ്രഹീതമാണ് എന്ന് മാത്രമല്ല റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഗ്രന്ഥം അവതരിപ്പിച്ച മാസവും ദിവസവും അനുഗ്രഹീതമാണ് എന്നുകൂടി അള്ളാഹു അറിയിക്കാൻ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അയ്യാമുക്കും നിങ്ങളുടെ ആ ദിനങ്ങൾ, ആ റമദാനിന്റെ ദിനങ്ങൾ, ഷഹ്റുൻ അതാക്കും ഷഹ്റു റമദാൻ, റമദാനിന്റെ ആ മാസം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്കുൻ, അത് അനുഗ്രഹീതമായ മാസമാണ്. അള്ളാഹു അനുഗ്രഹം ചൊരിഞ്ഞ മാസമാണ്. അള്ളാഹുവിന്റെ ഖുർആൻ അവഗണിക്കുന്ന ആളുകൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നതല്ലേ.
അത് ഖുർആൻ നമുക്ക് താക്കീത് നൽകിയ ഒരു കാര്യമാണ്. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻക വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ. എന്റെ ഈ ഉത്ബോധനത്തെ വിട്ട് ആര് തിരിഞ്ഞു കളയുന്നുവോ അവന് പ്രയാസകരമായ ഒരു ജീവിതമായിരിക്കും. അവന് എന്തൊക്കെ അനുഗ്രഹങ്ങൾ ഉണ്ടായാലും മനസ്സിനൊരു സന്തോഷവും സമാധാനവും ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവും ജീവിതത്തിൽ. എന്നിട്ടോ എല്ലാ നിലക്കും സമൂഹത്തിനും, വ്യക്തികൾക്കും സമൂഹത്തിനും പ്രയാസകരമായിരിക്കും എന്റെ ഉത്ബോധനത്തെ വിട്ട് അവഗണിക്കുന്ന ആളുകൾക്ക്. ഖിയാമത്ത് നാളിൽ അവർ അന്ധരായിക്കൊണ്ട് നാം ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അപ്പോൾ ചോദിക്കും, കാല റബ്ബി ലിമ ഹശത്തനി അഅമ, പടച്ചോനെ എന്തിനാ ഞങ്ങൾ അങ്ങനെ അന്ധരായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടിയത്? വഖദ് കുന്തു ബസീറ, ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ ദുനിയാവിൽ. കാല അല്ലാഹ് പറയും, കദാലിക അത്തത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. അപ്രകാരം നിനക്ക് എന്റെ ആയത്തുകൾ വന്നെത്തിയിരുന്നു ഭൗതിക ലോകത്ത്, നീ അതിനെ അവഗണിച്ചു കളഞ്ഞു, വിസ്മരിച്ചു കളഞ്ഞു. അപ്രകാരം നീയും ഇന്ന് അവഗണിക്കപ്പെടുന്നു, വിസ്മരിക്കപ്പെടുന്നവനാകുന്നു എന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ ദുനിയാവിൽ അള്ളാഹുവിന്റെ ഗ്രന്ഥം അനുഗ്രഹീതമാണ്, അത് അനുസരിച്ച് ജീവിക്കുന്നവർക്ക് അനുഗ്രഹമാണ് എന്നതുപോലെ തന്നെ ആ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസവും ദിവസവും അങ്ങേയറ്റം അനുഗ്രഹീതമാണ് എന്ന് അള്ളാഹുവും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുക. അതാണ് റസൂലുള്ള പറഞ്ഞത്, അത്താക്കും ഷഹ്റു റമദാൻ, റമദാൻ മാസം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്കുൻ, അനുഗ്രഹീതമായ മാസമാണ്. ഫറളല്ലാഹു അലൈക്കും സിയാമഹു, ആ മാസത്തിൽ നിങ്ങൾക്ക് നോമ്പ് നോക്കൽ അള്ളാഹു നിർബന്ധമാക്കിയിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങൾ അതിൽ തുറക്കപ്പെടും. തുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം, നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടും. തുഗല്ലു ഫീഹി മറദത്തു ശയാത്തീൻ, ധിക്കാരികളായ ശൈത്താന്മാരെ ചങ്ങലക്കിടപ്പെടും. വഫീഹി ലൈലത്തുൻ, അതിലൊരു രാത്രിയുണ്ട്, അത് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട രാത്രിയാണ്. ആ രാത്രി ഹിയ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസത്തെക്കാൾ മഹത്വമായ രാത്രിയാണ്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, അതിന്റെ അനുഗ്രഹം ആർക്ക് തടയപ്പെട്ടുവോ അവൻ എല്ലാ അനുഗ്രഹവും തടയപ്പെട്ടവനാകുന്നു എന്ന്. ഖുർആന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കി. ആ ഖുർആനിന് അള്ളാഹു നൽകിയ മഹത്വം, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകപ്പെട്ടത് മുതൽ ലോകാവസാനം വരെ വരുന്ന ജനകോടികൾ ഇഹലോകത്തും പരലോകത്തും വിജയത്തിന് അർഹരാവുന്ന രൂപത്തിൽ, അവരെ വിജയത്തിന് അർഹരാക്കുന്ന രൂപത്തിൽ അള്ളാഹു അവതരിപ്പിച്ച ഗ്രന്ഥം, ആ ഗ്രന്ഥം അവതരിപ്പിച്ച ദിവസത്തിനും അത് അവതരിപ്പിക്കപ്പെട്ട മാസത്തിനും അള്ളാഹു അങ്ങേയറ്റത്തെ മഹത്വവും പവിത്രതയും നൽകി എന്നത് ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും ഉൾക്കൊള്ളാവുന്നതും മനസ്സിലാക്കാവുന്നതുമാണ്. എന്നിട്ട് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ റമദാൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ആ റമദാനിന്റെ മഹത്വം മനസ്സിലാക്കി അതിനെ ആദരിച്ചുകൊണ്ട് അതിൽ കർമ്മങ്ങൾ ചെയ്ത് പാപമോചനം നേടിയെടുക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവൻ നഷ്ടക്കാരനാണ്. റസൂലുള്ളാഹി പറയാണ്, മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു ഫമത്താ, ഒരു റമളാൻ വന്നെത്തിയിട്ട് ജീവിതത്തിൽ പാപമോചനം നേടിയെടുക്കാൻ സാധിക്കാത്തവൻ പിന്നെ എപ്പോഴാണ് അവൻ ഈ ദുനിയാവിൽ ജീവിതത്തിൽ പാപമോചനം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു പാപമോചനം നൽകും. നമ്മള് ഹജ്ജിനെ കുറിച്ച് പറയല്ലോ, ഹജ്ജ് കർമ്മം ശരിയായ രൂപത്തിൽ നിർവഹിക്കുന്ന ആൾ ഒരു ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ പരിശുദ്ധനായി വരുമെന്ന്. അതുപോലെ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെ പരിശുദ്ധമായി അതുവരെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട നിലക്ക് റമദാനിനെ യാത്രയാക്കാൻ സാധിക്കാത്ത ഒരു മനുഷ്യൻ, അവൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന് അകറ്റപ്പെട്ടവനാണ്. അവൻ പിന്നെ എപ്പോഴാണ് പാപമോചനം നേടിയെടുക്കാന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുക. അപ്പൊ അള്ളാഹു അങ്ങേയറ്റത്തെ അനുഗ്രഹം നൽകിയ ഒരു മാസം, ആ റമദാനിനെ നമ്മള് ആ സന്തോഷത്തോടു കൂടി തന്നെ സ്വീകരിക്കും. എന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും നമുക്ക് ഉണ്ടെങ്കിലും, ഒരുപാട് പ്രയാസം ഉണ്ടാവുമല്ലോ, നമുക്ക് ക്ഷീണം ഉണ്ടാകും, ഇപ്പൊ തലവേദന ഉണ്ടാകും, കൃത്യമായി ജോലി ചെയ്യാൻ സാധിക്കാതെ വന്നു എന്ന് വരും. അങ്ങനെയൊക്കെ വരികയാണെങ്കിലും നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് റമദാനെ സ്വീകരിക്കുന്നത്. റമദാന്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പുണ്ട് എന്നുള്ളതല്ല. റമദാനിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അള്ളാഹ് പറഞ്ഞത് എന്താ? ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണ് എന്നതാണ് റമദാന്റെ പ്രത്യേകത, അല്ലാതെ നോമ്പുണ്ട് എന്നുള്ളതല്ല. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത് കൊണ്ട് നോമ്പാക്കിയതാണ്.
ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമായതുകൊണ്ട് അള്ളാഹു മാസത്തിന് ബർക്കത്ത് നൽകുകയും അതിൽ നിങ്ങൾക്ക് പാപമോചനം ഓഫർ നൽകുകയും എന്നിട്ട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞത്, അല്ലാതെ റമദാന്റെ പ്രത്യേകത നോമ്പുണ്ട് എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെ റമദാനിൽ ഒരാൾക്ക് ഖുർആനുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഖുർആനിനോട് പാലിക്കേണ്ടുന്ന ബാധ്യത നിർവഹിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ അവൻ അനുഗ്രഹത്തിൽ നിന്ന് തടയപ്പെട്ടവരാണ്. റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുമ്പോ അതോടൊപ്പം ഖുർആനിനെയും ആദരിക്കാൻ നമുക്ക് കഴിയണം. അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ഈ വിവാഹ നിശ്ചയത്തിന് പോകുമ്പോ, നിക്കാഹിന് പോകുമ്പോ പിയാപ്പിളിനെ കൂട്ടാൻ മറന്നുപോയി എന്ന് പറഞ്ഞില്ലേ, ആ രൂപത്തിലുള്ള അവസ്ഥ ഉണ്ടാവും. കാരണം അള്ളാഹു പറയാണ് റമദാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത നോമ്പുണ്ട് എന്നുള്ളതല്ല, റമദാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത ഖുർആൻ ഇറങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് ഖുർആനിനോടുള്ള ബാധ്യത നിർവഹിക്കാൻ റമദാനിൽ സാധിക്കണം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കാര്യങ്ങൾ നാളെ പരലോകത്ത് നിങ്ങൾക്ക് ശഫാഅത്തിനായിട്ട് വരും. ഒന്ന് നോമ്പും മറ്റൊന്ന് ഖുർആനും. ഖിയാമത്ത് നാളിൽ ഖുർആനും നോമ്പും നിങ്ങൾക്ക് ശുപാർശകരായി വരും. യഖൂലു സിയാം, നോമ്പ് പറയും, ഐ റബ്ബി മനഅതുഹു അത്അമ വശഹവാതി ബിന്നഹാർ, ഞാൻ അവന്റെ ഭക്ഷണവും അതുപോലെ തന്നെ അവന്റെ വികാരങ്ങളും ഒക്കെ തടഞ്ഞു നിർത്തി പകലിൽ. ഫശഫിഅനി ഫീഹി, അതുകൊണ്ട് എന്നെ അവന്റെ കാര്യത്തിൽ ശുപാർശകനായി സ്വീകരിക്കണം. ഖുർആൻ പറയും, മനഅതുഹു അന്നൗമ ബില്ലൈൽ, ഞാൻ അവന്റെ രാത്രിയുടെ ഉറക്കം തടസ്സപ്പെടുത്തി. ഫശഫിഅനി ഫീഹി, അതുകൊണ്ട് എന്നെ അവന്റെ കാര്യത്തിൽ ശുപാർശകനായി സ്വീകരിക്കണം. ഫയശ്ഫഅനി, അങ്ങനെ ഖുർആനും നോമ്പും നമുക്ക് ഓരോരുത്തർക്കും നാളെ പരലോകത്ത് ശുപാർശകരായി വരും എന്ന് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അത് വലിയ, നമ്മൾ ചിന്തിച്ചു നോക്കിയാല് വല്ലാത്തൊരു അള്ളാഹുവിന്റെ നിന്നുള്ള വഹയിന്റെ അടിസ്ഥാനത്തിൽ മാത്രം ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് മനസ്സിലാകുക. ഈ നോമ്പിനെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പേ ഈ ഇസ്ലാം കാര്യം ഈമാൻ കാര്യം വിശദീകരിച്ചാൽ പറഞ്ഞിരുന്നല്ലോ. നോമ്പ് പോലെ മനുഷ്യനെ സംസ്കരിക്കാൻ പര്യാപ്തമായ മറ്റൊരു ഇബാദത്തില്ല എന്ന്. അതിനൊരു ഉദാഹരണം നമ്മൾ പറഞ്ഞു, ഒരു 2 ദിവസം നമ്മൾ പട്ടിണി കിടക്കേണ്ടി വന്നാൽ, ഒരു 2 ദിവസം തിന്നാനും കുടിക്കാനും ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മളെ എല്ലാ വികാരങ്ങളും എല്ലാ നെകളിപ്പും നിൽക്കുന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ 2 ദിവസം പട്ടിണി കിടക്കണമെന്ന് അള്ളാഹ് പറഞ്ഞില്ല. പകരം റബ്ബ് പറഞ്ഞത് നിങ്ങൾ പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടക്കണമെന്ന. അങ്ങനെ അനാവശ്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പകല് പട്ടിണി കിടന്ന് ക്ഷീണിക്കുന്ന ഒരു മനുഷ്യൻ രാത്രി ആ ക്ഷീണിച്ച അവശമായ നിലക്ക് നിൽക്കുന്ന സമയത്ത് റബ്ബ് പറയാണ്, നിങ്ങൾ ദീർഘമായി നിന്ന് നിസ്കരിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നിന്ന് നിസ്കരിക്കണം. ആ ക്ഷീണിച്ച അവശമായ ആ അവസ്ഥയില് നിന്ന് നിസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഖുർആന് ആ നിർമ്മലമായ മനസ്സിലേക്ക് അങ്ങോട്ട് ഇറങ്ങി ചെല്ലുമ്പോ മനസ്സിങ്ങനെ ഉരുകി വലിക്കാണ്. ആ ഖുർആനിന്റെ ആശയം മനസ്സിലാക്കിയ ആളുകൾക്ക് അള്ളാഹു മനുഷ്യനെ സംസ്കരിക്കുന്ന ഒരു രീതി നോക്കണം. നിങ്ങൾ പകല് നോമ്പനുഷ്ഠിക്കാൻ പറയാ, എന്നിട്ട് രാത്രി ആ ക്ഷീണിച്ച ശരീരവുമായി കൊണ്ട് രാത്രി അള്ളാഹുവിന്റെ ഖുർആൻ ദീർഘമായി പാരായണം ചെയ്ത് നിന്ന് നിസ്കരിക്കാൻ പറയാ. എന്നിട്ട് അങ്ങനെ നിന്ന് നിസ്കരിക്കുമ്പോ പലപ്പോഴും മനുഷ്യന്റെ മനസ്സ് ഇങ്ങനെ വല്ലാതെ വെപ്രാളപ്പെട്ട് കരയുന്നത് കാണാൻ സാധിക്കും. നമുക്ക് 11 മാസക്കാലം അള്ളാഹുവിന്റെ ഖുർആൻ ഓതി നിസ്കരിച്ചിട്ട് കരയാത്ത ഇമാമുകള്, ഹറമിലുള്ള ഇമാമുകളും മറ്റു പള്ളികളിലെ ഇമാമുകളൊക്കെ ഖുർആൻ ഓതുമ്പോ ഇങ്ങനെ ഓതി കരയുന്നത് കാണാൻ സാധിക്കുന്നു. കാരണം ആ നോമ്പ് കാരണം നിർമ്മലമായ മനസ്സിലേക്ക് അള്ളാഹുവിന്റെ ഖുർആൻ ഇങ്ങനെ ചൊല്ലുകയാണ്. ഇമാമിങ്ങൾക്ക് ആയത്ത് പലപ്പോഴും ഓതി പൂർത്തിയാക്കാൻ കഴിയില്ല. ആയത്തുകളൊക്കെ ഇങ്ങനെ വരുമ്പോ കരഞ്ഞ് പൊട്ടിക്കരയുന്നത് കാണാൻ കഴിയും നമുക്ക്. നിന്റെ പ്രവർത്തനത്തിന്റെ ആ റെക്കോർഡ് നീ ഒന്ന് വായിച്ചു നോക്കൂ. നിന്റെ കർമ്മങ്ങളുടെ ആ രേഖ നീ ഒന്ന് വായിച്ചു നോക്കൂ. ഇന്ന് നിനക്കെതിരെ വിധി നിർണയിക്കാൻ നീ തന്നെ മതിയായവനാണ്. ആയത്തൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ കരഞ്ഞു പോകുക ഇമാമിയങ്ങളും പിന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ. നോക്ക്, നിങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യനെ സംസ്കരിക്കാൻ വെച്ചൊരു സംവിധാനം.
അപ്പൊ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ച മാസത്തിൽ പ്രത്യേകമായ ഇബാദത്തുകൾ നിശ്ചയിച്ചു, പകൽ നോമ്പ് നിശ്ചയിച്ചു, രാത്രി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് ദീർഘമായി നിന്ന് നമസ്കരിക്കാൻ, ആ ഖുർആൻ പാരായണത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സ് അള്ളാഹുവിലേക്ക് വിനയപ്പെട്ടെടുക്കാൻ. ഖുർആന്റെ പാരായണം കേൾക്കുമ്പോൾ ഖുർആൻ പറയുന്നത് തഖ്ശഇറു മിൻഹു ജുലൂദുല്ലദീന യഖ്ശൗന റബ്ബഹും, ആ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകളുടെ തൊലികളൊക്കെ ഇങ്ങനെ എടുത്തു പിടിക്കുന്ന, രോമാഞ്ചമണിയുന്ന, അവരുടെ ഹൃദയങ്ങളും അവരുടെ ജുലൂദും തൊലികളൊക്കെ റബ്ബിലേക്ക് ഇങ്ങനെ കീഴ്പ്പെട്ട് വിനയപ്പെട്ട് താഴ്മ കാണിക്കുന്ന അള്ളാഹുവിന്റെ ഖുർആൻ മനസ്സിലേക്ക് ചെല്ലുമ്പോൾ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ ഒരു സംസ്കരണത്തിന്റെ മാസമാക്കി നിശ്ചയിച്ചു, അതിൽ പ്രത്യേകമായ ഇബാദത്ത് നിശ്ചയിച്ചു. ആ റമളാനിനെ ആദരിച്ചുകൊണ്ട് അതിൽ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അതുവരെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും പുറത്തു തരുമെന്ന് വാഗ്ദാനം നൽകി. അതൊക്കെയാണ് റമളാനിന്റെ മഹത്വമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ നിലക്ക് റമളാനിനെ സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും. ഒരിക്കലും അതൊരു ഭാരമായിട്ട് വിശ്വാസികൾക്ക് അനുഭവപ്പെടുക, ശരിയായ വിശ്വാസികൾക്ക് അനുഭവപ്പെടും. കാരണം അതുകൊണ്ട് ലഭിക്കാനിരിക്കുന്ന നേട്ടം എന്താണ് എന്ന് അവന് ബോധ്യം ഉണ്ടാകും. ഒരു റമളാനിൽ പടച്ചവനെ എനിക്ക് നീ ഒരു റമളാനിൽ കൂടി എനിക്ക് ജീവിതം നൽകണമേ, ഒരു റമളാനിൽ കൂടി എനിക്ക് ജീവിതം നൽകണമേ, റമളാനിൽ എന്നെ എത്തിക്കണമേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും വിശ്വാസി റമളാനിന്റെ മഹത്വം മനസ്സിലാക്കി കഴിഞ്ഞാൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല വരാനിരിക്കുന്ന റമളാനിൽ നമ്മെ ഏവരെയും എത്തിക്കുകയും അതിന്റെ രാപ്പകലുകൾ കഴിവിന്റെ പരമാവധി നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ, അള്ളാഹുവിന് തൃപ്തിപ്പെട്ട രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുകയും ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അഷ്റഫുൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ പാലിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമളാനിന്റെ പ്രത്യേകത അത് ഖുർആൻ അവതരിച്ചു എന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഖുർആനിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കാനായിരിക്കണം ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് റമളാനിൽ. ഖുർആനോടുള്ള ബാധ്യത മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ സാധിക്കും. ഒന്നാമത്തത് അൽ ഈമാനു ബിൽ ഖുർആനി വത്തസ്ദീഖു ബിഹി. ഖുർആനിൽ ശരിയായ രൂപത്തിൽ വിശ്വാസം ഉണ്ടാവുക, ഖുർആനെ സത്യപ്പെടുത്തുക. ഖുർആനിൽ വിശ്വാസം പൂർണ്ണമാവാൻ ആവശ്യമായ അറിവ് സമ്പാദിക്കുകയും ആ ഖുർആൻ അള്ളാഹുവിൻ്റെതാണ് എന്ന് കൃത്യമായ ബോധ്യം വരുന്ന രൂപത്തിൽ പഠനം നിർവഹിക്കുകയും ചെയ്യുക. അതാണ് ഖുർആനോടുള്ള ഒന്നാമത്തെ ബാധ്യത. നമ്മള് ഖുർആനെ ആദരിക്കുക എന്നുള്ളതും ഖുർആനോടുള്ള ബാധ്യതയാണ്. അത് പണ്ഡിതന്മാർ എണ്ണിയ കൂട്ടത്തിൽപ്പെട്ടതാണ്. ഖുർആൻ ആദരിക്കുക. ഈ ആദരിക്കുക എന്ന് പറഞ്ഞാൽ പട്ടു തുണിയിൽ പൊതിഞ്ഞിട്ട് അറ്റത്ത് വെക്കുക എന്നുള്ളതല്ല. ആദരിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ള പുസ്തകങ്ങളെ പോലെ എവിടെയെങ്കിലും വലിച്ചിടാതെ, നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ സുജൂദ് ചെയ്യേണ്ടി വന്ന നിലത്ത് പോലും ഖുർആൻ വെക്കാൻ പാടില്ല. ഖുർആൻ ആദരിച്ച് തന്നെ കൈകാര്യം ചെയ്യണം. ഖുർആനെ മറ്റു പുസ്തകങ്ങളെ പോലെ നമ്മൾ കാണാൻ പാടില്ല, ആദരിക്കേണ്ടതുണ്ട്. പക്ഷേ ആ ആദരവ് എന്ന് പറയുന്നത് ഒന്നാമതായി അത് നമുക്ക് അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ് എന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ അന്വേഷിക്കുകയും പഠിക്കുകയും ചെയ്യാന്നുള്ളത് തന്നെ. അതാ ഖുർആൻ കിതാബുൻ അൻസൽനാഹു ഇലൈക, താങ്കളിലേക്ക് നാം അവതരിപ്പിച്ച ഗ്രന്ഥം, മുബാറക്കുൻ അനുഗ്രഹീതമായ ഗ്രന്ഥം, ലിയദ്ദബ്ബറു ആയാതി, അതിന്റെ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ ഉറ്റാലോചിക്കാൻ വേണ്ടി, വലിയ യതദക്കറ ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ള ആളുകൾ മാത്രം ചിന്തിക്കാൻ വേണ്ടിയും എന്ന് പറഞ്ഞു. അപ്പൊ ഖുർആനിനെ കുറിച്ച് പഠിക്കുക, ചിന്തിക്കുക, അത് അള്ളാഹുവിൻ്റെതാണെന്ന് ബോധ്യപ്പെടുക, അതാണ് ഒന്നാമത്തെ ബാധ്യതയായിട്ടുള്ളത്. അതുപോലെ തന്നെ ഖുർആനെ ആദരിക്കുക എന്നത് ഖുർആനോടുള്ള ബാധ്യതയാണ്. അതുപോലെ തന്നെ ഖുർആൻ പാരായണം ചെയ്യുക എന്നത്, അത് അർത്ഥം അറിഞ്ഞാലും ഇല്ലെങ്കിലും അതിന്റെ ഓരോ അക്ഷരവും നമ്മുടെ നാവിലൂടെ വരുന്നതിന് അള്ളാഹു ഓരോ അക്ഷരത്തിനും 10 നന്മ രേഖപ്പെടുത്തും. കാരണം ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ കലാം. അപ്പൊ ഞാൻ സംസാരിക്കുന്നത് എന്റെ ശബ്ദമാണ്. അതുപോലെ അള്ളാഹുവിന് നമ്മോട് പറയാനുള്ള അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. ആ ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങളും എന്റെയും നിങ്ങളുടെയും നാവിലൂടെ വരുമ്പോ അതിന് അള്ളാഹു അതിൻ്റെതായ മഹത്വം നൽകിയിട്ടുണ്ട്. അത് ഓരോ അക്ഷരത്തിനും 10 നന്മ നിങ്ങൾക്ക് രേഖപ്പെടുത്തുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അത് പാരായണം ചെയ്യുമ്പോൾ തന്നെ പാരായണം ചെയ്യുന്നത് എങ്ങനെ ആയിരിക്കണം എന്ന് കൂടി പഠിപ്പിച്ചിട്ടുണ്ട്.
പാരായണം ചെയ്യുമ്പോ ഖുർആൻ പറയുന്നത് അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി ഉലൈക യുഅ്മിനൂന ബിഹി വമൻ യക്ഫുർ ബിഹി ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. അല്ലദീന ആതൈനാഹുമുൽ കിതാബ്, നാം വേദഗ്രന്ഥം നൽകിയിട്ടുള്ള ആളുകൾ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, അവര് അതിനെ തിലാവത്ത് നടത്തേണ്ടുന്ന രൂപത്തിൽ തിലാവത്ത് നടത്തുന്നു എന്നാണ്. തിലാവത്ത് എന്നുള്ള വാക്ക് അള്ളാഹ് പ്രയോഗിച്ച് ഖുർആൻ പാരായണത്തിന് അള്ളാഹ് പ്രയോഗിച്ച വാക്ക് ഖിറാഅത്ത് എന്നല്ല, വായന എന്നല്ല, തിലാവത്ത് എന്നാണ്. തിലാവത്ത് എന്നുള്ള വാക്ക് തല എന്നൊരു വാക്ക് ഖുർആൻ വേറൊരു സ്ഥലത്ത് പ്രയോഗിച്ചിട്ടുണ്ട്. വശംസി വദുഹാഹ വൽ ഖമരി ഇദാ തലാഹ, സൂര്യനും അതിന്റെ പ്രഭയും തന്നെയാണ് സത്യം. വൽ ഖമരി ഇദാ തലാഹ, ചന്ദ്രൻ അതിന് തുടർന്ന് വരുമ്പോ, ചന്ദ്രന് പ്രകാശം കിട്ടുന്നത് സൂര്യൻ അഭിമുഖമായി നിൽക്കുമ്പോഴാണ്. സൂര്യൻ അഭിമുഖമായി നിൽക്കുമ്പോൾ സൂര്യനിൽ നിന്ന് പ്രകാശം സ്വയം സ്വീകരിച്ച് അത് സൃഷ്ടികളിലേക്ക് പടർത്തുകയാണ് ആര് ചെയ്യുന്നത്? ചന്ദ്രൻ ചെയ്യുന്നത്. അതവിടെ ഖുർആൻ തല എന്ന് പ്രയോഗിച്ച് അതേ വാക്കാണ് അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നതിനെ കുറിച്ച്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ, വേദഗ്രന്ഥം നാം നൽകിയിട്ടുള്ള ആളുകൾ യത്ലൂനഹു, അവരതിനെ തിലാവത്ത് നടത്തുന്നു. ആ ഖുർആനിന്റെ മുമ്പിൽ നിൽക്കുക, അതിൽ നിന്ന് പ്രകാശം സ്വീകരിക്കുക, ആ സ്വീകരിച്ച പ്രകാശം ജനങ്ങളിലേക്ക് പകരുക. എത്ര ഭംഗിയുള്ള വാക്കുകളാണ് അള്ളാന്റെ ഖുർആനിലെ വാക്കുകൾ എന്ന് ആലോചിച്ചു നോക്കി. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി. ആ ഹഖ്ഖ തിലാവത്തിനൊക്കെ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഒരുപാട് വിശദീകരണം നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അത് പാരായണം ചെയ്യേണ്ടുന്ന രൂപത്തിൽ കൃത്യമായി പാരായണം ചെയ്യുകയും അത് പിന്തുടരേണ്ടുന്ന രൂപത്തിൽ അതിനെ പിന്തുടരുകയും അതിനെ അംഗീകരിക്കേണ്ടുന്ന രൂപത്തിൽ അംഗീകരിക്കുകയും ഒക്കെ ചെയ്യാം. മഹാന്മാരായ സഹാബത്ത് 10 ആയത്ത് പഠിച്ചാൽ ആ 10 ആയത്തുകൾ അവരുടെ ജീവിതത്തിൽ പകർത്തിയിട്ടല്ലാതെ 11ാമത്തെ ആയത്ത് പഠിക്കാറില്ല എന്നോ. ആ രൂപത്തിൽ പഠിച്ചത് ജീവിതത്തിൽ പകർത്തുക എന്നുള്ളത് ഖുർആനോടുള്ള ബാധ്യതയാണ്. അപ്പം ഖുർആൻ അള്ളാഹുവിന്റെ ഗ്രന്ഥമാണെന്ന ബോധ്യപ്പെടുന്ന രൂപത്തിൽ പഠിക്കുക, അത് പാരായണം ചെയ്യുക, അതുപോലെ തന്നെ അത് ഹിഫുലാക്കുക, അതുപോലെ തന്നെ അതിനെ പിന്തുടരുക. ഇതിനൊക്കെ ഈ പിന്തുടരുക എന്ന് പറഞ്ഞാൽ സഹാബത്ത് ചെയ്ത രൂപത്തിൽ അതിനെ പിന്തുടരുക. അള്ളാഹു നമുക്ക് നൽകിയ നിർദ്ദേശങ്ങൾ അത് ജീവിതത്തിൽ അങ്ങോട്ട് സ്വീകരിക്കുക എന്നുള്ള പിന്തുടരുക എന്ന് പറഞ്ഞാൽ ഖുർആൻ വളരെ ശക്തമായി ആ പിന്തുടരാത്ത ആളുകൾക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅഅറദ അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. വമൻ അദ്ലം, ആരാണ് ഏറ്റവും വലിയ അക്രമി? മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി, എന്റെ ആയത്തുകൾ കൊണ്ട് ഉത്ബോധനം നൽകപ്പെട്ടിട്ട് സുമ്മ അഅറദ അൻഹാ, പിന്നീട് അതിനെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞവനേക്കാൾ വലിയ അക്രമി മറ്റാരുണ്ടെന്നാണ്. ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ, തീർച്ചയായും നാം പാപികളിൽ നിന്ന് ആ പാപികളോട് ശിക്ഷാ നടപടി സ്വീകരിക്കുന്നവരാകുന്നു എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ ഖുർആൻ അത് ഉത്ബോധനം നൽകപ്പെട്ടാൽ അത് സ്വീകരിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. അതുപോലെ തന്നെ അതിന്റെ ഹിഫ്ളൊക്കെ ഏറ്റവും വലിയ അത്ഭുതമാണ്. ഖുർആൻ പറഞ്ഞു ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആനിനെ നാം ആകുന്നു അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. അള്ളാഹ് ഏറ്റെടുത്തതാ. ഈ പ്രിന്റിങ്ങും പ്രസ്സും ഒക്കെ വരുന്നതിന് മുമ്പേ അള്ളാന്റെ ഖുർആൻ ഉണ്ട്. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹി സ്വലാം അത് ഓതി കൊടുക്കുമ്പോൾ തന്നെ അങ്ങോട്ട് ഹിഫ്ളാക്കാൻ, എന്നിട്ട് റസൂലുള്ള സഹാബത്തിന് ഓതി കൊടുക്കാൻ, സഹാബത്ത് ഹിഫ്ളാക്കാൻ, അങ്ങനെ ഹിഫ്ളാക്കിക്കൊണ്ടാണ് ഈ ഖുർആൻ സംരക്ഷിക്കപ്പെട്ടു പോകുന്നത്. ഇന്ന് ലോകത്തുള്ള മുഴുവൻ ഖുർആന്റെ കോപ്പികളും ചുട്ടുകരിച്ചാലും ഖുർആൻ അതുപോലെ ഹിഫ്ളുള്ള ലക്ഷക്കണക്കിന് ആളുകൾ ലോകത്തുണ്ട്. നശിപ്പിക്കാൻ കഴിയില്ല അള്ളാന്റെ ഗ്രന്ഥത്തെ. അപ്പൊ ഖുർആൻ ഹിഫ്ളാക്കുക എന്നുള്ള അള്ളാന്റെ ഖുർആനോട് പാലിക്കേണ്ടത് ബാധ്യതയാണ്. ഏതായിരുന്നാലും ഇതൊക്കെയാണ്: ഒന്ന്, അള്ളാഹുന്റെ ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിൽ പഠിക്കുക; രണ്ട്, അതിനെ ആദരിക്കുക, അതിനെ പാരായണം ചെയ്യുക, അതിനെ പിന്തുടരുക, അതുപോലെ തന്നെ അതിനെ ഹിഫ്ളാക്കുക. ഇതൊക്കെയാണ് ഖുർആനോടുള്ള നമ്മുടെ ബാധ്യതയായിട്ട് മഹാന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. വരാനിരിക്കുന്ന ഖുർആനിന്റെ മാസത്തെ ഈ രൂപത്തിൽ ഖുർആൻ പഠനത്തിനും പാരായണത്തിനും ഹിഫ്ളിനും ഒക്കെ ആയിക്കൊണ്ട് പരമാവധി അതിനെ ഉപയോഗപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. പഠിച്ച റബ്ബ് എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരണം റഹ്മാനെ. കാരുണ്യവാനായ റബ്ബെ, ഈമാനോടുകൂടി മരിക്കുന്ന വിജയികൾ ഞങ്ങൾ നീ ഉൾപ്പെടുത്തണം റഹ്മാനെ. അന്ത്യദിനത്തിന്റെ എല്ലാ ഫിത്നകളിൽ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. പടച്ചവനെ, ഈമാനിനെ കുറിച്ച്, വിശ്വാസത്തെ കുറിച്ച്, ദീനിനെ കുറിച്ച് സംശയം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഒരുപാട്
സംരംഭങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ ഇന്നത്തെ കാലത്തുണ്ട്. നാഥ, വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന ദൗർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ലേ റഹ്മാനെ. ഞങ്ങൾക്ക് ഈമാൻ സുദൃഢമാവാൻ ആവശ്യമായ അറിവും ജീവിതാനുഭവങ്ങളും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണം റഹ്മാനെ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ജീവിത വിജയം നൽകണം റബ്ബേ. ഞങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഇണകൾ, സന്താനങ്ങൾ, കുടുംബാംഗങ്ങൾ എല്ലാവരെയും നീ യഥാർത്ഥ മുസ്ലിമായി ജീവിപ്പിക്കുകയും ഈമാനോടുകൂടി മരിപ്പിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾ ഏവരെയും നീ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ആളുകളുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണം റഹ്മാനെ. اللهم اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.